സഹയാത്രി. പൗരോഹിത്യസ്വത്വവും ദൗത്യവും അടിസ്ഥാനമാക്കി 100 ധ്യാന ചിന്തകൾ. അവതരണം ഫാദർ ഹെൻറി പട്ടരുമഠത്തിൽ എസ്.ജെ. സഹയാത്രി. അവർ പരസ്പരം പറഞ്ഞു, വഴിയിൽ വച്ച് അവൻ നമ്മോട് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോഴും നമ്മോട് ലിഖിതങ്ങൾ വ്യാഖ്യാനിച്ചു കൊണ്ടിരുന്നപ്പോഴും നമ്മുടെ ഹൃദയം ജ്വലിക്കുകയായിരുന്നില്ലേ? ലൂക്ക 24:32. പുരോഹിതൻ സഹയാത്രികനാണ്. കർത്താവിൻ്റെ വഴിയിലൂടെയുള്ള അവൻ്റെ യാത്രയിൽ അവനോടൊപ്പം വിശ്വാസികളായ മറ്റനേകം സഹോദരങ്ങളുമുണ്ട്. വിശ്വാസിയും അവിശ്വാസിയും തമ്മിലുള്ള ഒരു പ്രധാന വ്യത്യാസം ഈ ജീവിതയാത്രയെക്കുറിച്ചുള്ള അവരുടെ വീക്ഷണമാണ്. ഒരു അവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ജീവിതം ജനന മരണങ്ങൾക്കിടയിലുള്ള ഒരു കഥാഖണ്ഡം, എപ്പിസോഡ് പോലെയാണ്. ജനനം കൊണ്ട് ആരംഭിക്കുകയും മരണത്താൽ അവസാനിക്കുകയും ചെയ്യുന്ന ഒരു സംഭവ ശകലം. എന്നാൽ ഒരു വിശ്വാസിക്ക് ജീവിതമെന്നത് ദൈവത്തിൽ നിന്നാരംഭിച്ച് ഈ ഭൂമിയിൽ ദൈവസാന്നിധ്യത്തിൽ മുന്നേറി അവസാനം ദൈവത്തിലേക്ക് തിരിച്ചെത്തുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അവിശ്വാസിക്ക് ഈ ഭൂമിയിലെ ജീവിതമാണ് എല്ലാം. എന്നാൽ വിശ്വാസിക്ക് ഈ ഭൂമിയിലെ ജീവിതം കടന്നു പോകുന്ന ഒരു ചെറിയ സംഭവം മാത്രം. അവൻ്റെ പ്രതീക്ഷയും പ്രത്യാശയുമെല്ലാം ദൈവിക ജീവനിൽ ഒന്നായിത്തീരുക എന്നതാണ്. അപ്രകാരം അവൻ ഈ ഭൂമിയിൽ ഒരു തീർത്ഥാടകനാണ്. തൻ്റെ സഹോദരങ്ങളോടൊത്ത് ദൈവസന്നിധിയിലേക്ക് തീർത്ഥാടനം നടത്തുന്നവൻ. ജീവിതയാത്രയിൽ ഒരുപാട് വ്യത്യസ്ത വഴികളിലൂടെ യാത്ര ചെയ്യാനുള്ള സാധ്യതകളുണ്ടെങ്കിലും തീർത്ഥാടകനായ വിശ്വാസി യാത്ര ചെയ്യുന്നത് കർത്താവിൻ്റെ വഴിയിലൂടെയാണ്. പുരോഹിതൻ വിശ്വാസികളുടെ ആ യാത്രയിൽ അവരെ സഹായിക്കാനും നയിക്കാനും നിയുക്തനായവനാണ്. അതിനായി ദൈവം അവനെ തിരഞ്ഞെടുത്തപ്പോൾ പൂർണ്ണ സമ്മതത്തോടെയും ആഗ്രഹത്തോടെയും സന്തോഷത്തോടെയും അവനത് ഏറ്റെടുക്കുകയും അതിനായി സമർപ്പിക്കുകയും ചെയ്തു. അപ്രകാരം അവൻ്റെ പൗരോഹിത്യ ദൗത്യമെന്നത് കർത്താവിൻ്റെ വഴിയിലൂടെ നടക്കുകയും അതിലൂടെ നടക്കാൻ അവൻ്റെ സഹയാത്രികരെ സഹായിക്കുകയും ചെയ്യുക എന്നതാണ്. എത്രയോ ആളുകൾ പുരോഹിതൻ്റെ സഹയാത്രിത്വം തേടി അവൻ്റെ അടുത്തെത്തുന്നു. അവർ അവനെ വിശ്വസിക്കുന്നു. അവൻ തങ്ങളെ യഥാർത്ഥ ലക്ഷ്യത്തിലെത്തിക്കുമെന്ന ബോധ്യം അവർക്കുണ്ട്. ഈ യാത്രയിൽ പുരോഹിതന് വ്യത്യസ്ത തരത്തിലുള്ള വ്യക്തികൾ സഹയാത്രികരായി വരുന്നു. വ്യത്യസ്ത സ്വഭാവ വിശേഷതകളുള്ളവർ, വ്യത്യസ്ത സംസ്കാരക്കാർ. തൻ്റെ യാത്ര വലിയ ഉത്തരവാദിത്വം നിറഞ്ഞ യാത്രയാണെന്ന് പുരോഹിതനറിയാം. അവൻ മുമ്പോട്ട് പോകുന്നതിനോടൊപ്പം മറ്റുള്ളവരെയും ചേർത്തു നിർത്തേണ്ടതുണ്ട്. ഇടയ്ക്കൊക്കെ ഈ യാത്രയിൽ ബുദ്ധിമുട്ടുകൾ സംഭവിക്കാറുണ്ട്. ചിലപ്പോഴൊക്കെ സഹയാത്രികരിൽ ചിലർ തന്നെ യാത്രയ്ക്ക് തടസ്സങ്ങൾ സൃഷ്ടിക്കാറുണ്ട്. പക്ഷേ
ആരെയും തള്ളിക്കളയാതെ പുരോഹിതൻ യാത്ര മുമ്പോട്ട് കൊണ്ടുപോകുന്നു. പുരോഹിതൻ്റെ യാത്രയിൽ ഉത്ഥിതനായ കർത്താവാണ് അവൻ്റെ പ്രധാന സഹയാത്രി. എമ്മാവൂസിലേക്ക് നടന്നുപോയ ശിഷ്യർക്ക് തങ്ങളുടെ കൂടെ കർത്താവ് ചേർന്നപ്പോൾ ആദ്യം അവിടത്തെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. ശിഷ്യരുടെ ഈ അനുഭവം പലപ്പോഴും പുരോഹിതനും ഉണ്ടാകാറുണ്ട്. സഹയാത്രിയായ കർത്താവിനെ തിരിച്ചറിയാൻ കഴിയാതെ പോകുന്ന നിമിഷങ്ങൾ. എങ്കിലും കർത്താവ് അവനോട് കൂടെയുണ്ട് എന്ന അനുഭവത്തിലേക്ക് അവൻ പെട്ടെന്ന് തിരിച്ചു വരുന്നു. അവിടുത്തെ സാന്നിധ്യത്തിൽ ആശ്രയിച്ചുകൊണ്ട് അവൻ യാത്ര തുടരുന്നു. ധ്യാനം. സ്വസ്ഥമായിരുന്ന് എൻ്റെ പൗരോഹിത്യ സഹയാത്രിത്വം ധ്യാനിക്കുക. ഞാൻ കൂടെ നടക്കുന്ന ഏതാനും യാത്രികരെ കാണുക. ഞങ്ങളുടെ ഈ യാത്രയ്ക്ക് ദൈവത്തിന് നന്ദി പറയുക. കൂടുതൽ തീഷ്ണതയോടെ കർത്താവിൻ്റെ വഴിയിലൂടെ യാത്ര തുടരാനുള്ള കൃപ യാചിക്കുക.